സ്ലൊവേനിയയിലെ പിറാൻ എന്ന ചരിത്ര നഗരത്തിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ഒരു വശത്ത് അഡ്രിയാറ്റിക് കടൽ, മറുവശത്ത് കോട്ടമതിലുകളും പുരാതനമായ മന്ദിരങ്ങളും. മധ്യകാല മന്ദിരങ്ങൾ പലതും പുതുക്കിപ്പണിത് ഇന്ന് ടൂറിസ്റ്റുകൾക്കുള്ള ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളുമാക്കിയിരിക്കുന്നു. പ്രിസർനോവ സ്ട്രീറ്റിലൂടെയാണ് എൻ്റെ നടത്തം. വലതുവശത്ത് ഇക്കാണുന്നത് ഒരു ദേവാലയമാണ്, സെയിന്റ് ക്ലെമന്റ് ചർച്ച്. ഒരു മധ്യകാല നിർമ്മിതിയാണത്. പള്ളി പിന്നിട്ടു ചെല്ലുമ്പോൾ ഒരു കോട്ടയുടെ ഭാഗം കാണാം. പഴയ ലൈറ്റ് ഹൗസ് എന്ന് ഇന്നറിയപ്പെടുന്ന ഭാഗമാണിത്. സെയിന്റ് ക്ലെമന്റ് പള്ളിയോട് ചേർന്നെന്ന വിധമാണ് ലൈറ്റ് ഹൗസിന്റെ സ്ഥാനം. അഡ്രിയാറ്റിക് കടലിലേക്ക് തള്ളി നിൽക്കുന്ന സ്ലൊവേനിയയുടെ ഒരു മുനമ്പാണ് പിറാൻ. ആ മുനമ്പിൽ കടലിലേക്ക് ഏറ്റവും തള്ളി നിൽക്കുന്ന ഭാഗമാണ് ഇത്. അവിടെയാണ് ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചിരിക്കുന്നത്. ബൈസന്റൈൻ ഭരണകാലത്തു തന്നെ ഇവിടെയൊരു ലൈറ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ഇന്നിവിടെയുള്ള 33 അടി ഉയരമുള്ള ലൈറ്റ് ഹൗസ് സ്ഥാപിതമാകുന്നത് 1870-ലാണ്. അഡ്രിയാറ്റിക്കിന്റെ ഈ തീരത്തിങ്ങനെ നിൽക്കുമ്പോൾ രസകരമായ കാഴ്ചകളാണ് മുന്നിൽ. ശാന്തമായ നീലക്കടൽ, അതിനപ്പുറം മലഞ്ചെരുവിൽ ഒരു പട്ടണം കാണാം. കോപ്പർ പട്ടണമാണത്. സ്ലൊവേനിയയുടെ വലിയൊരു തുറമുഖ നഗരമാണ് കോപ്പർ. പിറാനിലേക്ക് വരുന്ന വഴി മലമുകളിൽ നിന്ന് ഞാൻ ആ പട്ടണത്തെ കണ്ടിരുന്നു. കോപ്പറിന് തൊട്ടപ്പുറം തന്നെ ട്രിയസ്റ്റേ എന്നു പേരുള്ള ഒരു പട്ടണമുണ്ട്. പക്ഷേ അത് ഇറ്റലിയിലാണ്. 3 രാജ്യങ്ങൾ ഒരുമിച്ച് കാണാവുന്ന ഒരു മുനമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മുന്നിൽ സ്ലൊവേനിയയുടെ കോപ്പർ, അതിനപ്പുറം ഇറ്റലിയുടെ ട്രിയസ്റ്റേ. നിൽക്കുന്നതിൻ്റെ ഇടതുവശത്ത് ഇക്കാണുന്നത് ക്രൊയേഷ്യയാണ്. അഡ്രിയാറ്റിക് കടലിന്റെ തീരത്ത് എത്ര തൊട്ടുചേർന്നാണ് 3 രാജ്യങ്ങൾ കിടക്കുന്നതെന്നത് രസകരമായ ഒരു അറിവ് കൂടിയാവുന്നു. മുനമ്പിൽ നിന്നും തീരത്തുകൂടി ഞാൻ തിരികെ നടന്നു. കടലാക്രമണം തടുക്കുന്നതിനായി കൂറ്റൻ ശിലാഖണ്ഡങ്ങൾ നടവഴിയുടെ ഒരു ഭാഗത്ത് നീളത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നു. അതിനിടെ ഇങ്ങനെ ഒരു ശില്പമുണ്ട്. പണ്ട് എവിടെയോ സ്ഥാപിച്ചിരുന്ന മത്സ്യകന്യകയുടെ ശില്പമാണ്. പാതി പൊട്ടിത്തകർന്ന ഇതിപ്പോൾ കടലാക്രമണം തടയുന്ന പാറകഷ്ണങ്ങൾക്കൊപ്പം ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ്. സൂര്യൻ അസ്തമിക്കാനൊരുങ്ങുന്നു. ഇനിയും കുറേ കാഴ്ചകൾ കൂടി കാണാൻ ഉള്ളതിനാൽ ഞാൻ നടത്തം തുടർന്നു. പിറാൻ പട്ടണത്തിന്റെ തീരഭാഗങ്ങൾ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇനി ഈ പുരാതന പട്ടണത്തിന്റെ ഉൾഭാഗങ്ങൾ ഒന്ന് കാണണം. വെഗോവ സ്ട്രീറ്റ് എന്ന തെരുവാണിത്. ഇടുങ്ങിയ തെരുവ്. യൂറോപ്പിലെ ഏതൊരു പുരാതന പട്ടണത്തിന്റെയും ഉൾഭാഗങ്ങൾ ഇങ്ങനെയായിരിക്കും. വലിയ ഭംഗിയൊന്നുമില്ല തെരുവുകൾക്ക്. തെരുവിന് മീതെ കൂടിയും കെട്ടിടങ്ങൾ പണിതുവച്ചിരിക്കുന്നു. 4ഉം 5ഉം നിലയുള്ള കെട്ടിടങ്ങളാണ്. അത് ഒന്നിനോടൊന്ന് ചേർന്നങ്ങനെ നിൽക്കുന്നു. കല്ലുവിരിച്ച പാതകൾ. 7-ാം നൂറ്റാണ്ട് മുതലുള്ള കൽവഴികളും കെട്ടിടങ്ങളും പിറാന്റെ ഈ പഴയ നഗരഭാഗത്ത് ഇന്നുമുണ്ടെന്നതാണ് അത്ഭുതകരമായ വസ്തുത. 10-ാം നൂറ്റാണ്ടായപ്പോഴേക്കും സമുദ്രവ്യാപാരത്തിലൂടെ സമ്പന്നരായ പിറാനിലെ ആളുകൾ ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ ഭരണത്തിൽ നിന്നും രക്ഷ നേടാൻ ആഗ്രഹിച്ചത് ചരിത്രത്തിലെ ഒരധ്യായം. അക്കാലത്ത് അഡ്രിയാറ്റിക്കിലെ പ്രബലശക്തിയായിരുന്ന വെനീസുമായി പിറാനിലെ പ്രമാണിമാർ സഖ്യത്തിലേർപ്പെട്ട് ഫ്യൂഡൽ പ്രഭുക്കളെ വെല്ലുവിളിക്കുകയുമുണ്ടായി. കല്ലുവിരിച്ച ഇടുങ്ങിയ വഴികളിലൂടെ നടന്നെത്തുക ഇത്തരം ചില ചത്തുരങ്ങളിലേക്കാണ്. റോമൻ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ശില്പങ്ങൾ സ്ഥാപിച്ച ഒരു മണ്ഡപമൊക്കെയുള്ള ചത്വരം. നിലത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിരിച്ച കല്ലാണെന്ന് ഇതിന്റെ കാഴ്ചയിൽ വ്യക്തമാകും. ഇപ്പോൾ ചത്വരത്തിനു ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ താഴത്തെ നിലകളിൽ കടകളും റെസ്റ്റോറൻറ്റുകളുമെല്ലാമാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ചെറുമണ്ഡപത്തിലേക്ക് കയറി ചെന്നു. മണ്ഡപത്തിന്റെ ഒത്ത മധ്യത്തിൽ ഒരു കിണറാണ്. അതിന്റെ വശങ്ങളിലെ ശില്പങ്ങൾ റോമൻ കാലഘട്ടത്തിലേതാണെന്ന് തോന്നിപ്പോകുന്നു. മണ്ഡപത്തിൽ നിന്നിറങ്ങി വീണ്ടും നടക്കുകയാണ്. പല ചെറുകുന്നുകളിലായാണ് പിറാൻ പട്ടണം വ്യാപിച്ചു നിൽക്കുന്നത്. കെട്ടിടങ്ങൾക്കിടയിലെ വഴിയിലൂടെ ഒരു കുന്നു കയറാൻ ഞാൻ തീരുമാനിച്ചു.
നേരത്തെ ടാർട്ടീനി സ്ക്വയറിൽ നിന്നപ്പോൾ ഒരു പള്ളി കണ്ടിരുന്നു. കുന്നിന്റെ നെറുകയിലുള്ള ആ പള്ളിയുടെ അടുത്തേക്കാണ് ഇപ്പോൾ നടത്തം. ഊഹം വെച്ചുള്ള നടപ്പാണ്. ബോർഡുകളോ ചൂണ്ടുപലകയോ ഒന്നും എവിടെയും കാണുന്നില്ല. നടന്നു മാത്രം പോകാവുന്ന പാതയിൽ അപൂർവമായി ബൈക്ക് യാത്രികർ. യൂറോപ്പിൽ പൊതുവെ ബൈക്ക് യാത്രികർ കുറവാണ്. കുന്ന് കയറിയും ഇറങ്ങിയും പുരാതന പിറാന്റെ കല്ലുവിരിച്ച പാതകളിലൂടെ നടന്നു. ഇതുതന്നെയാണോ പള്ളിമുറ്റത്തേക്കുള്ള പാതയെന്ന് ഒരു വേള ശങ്കിച്ചു. ഇരുവശത്തും കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒട്ടൊരു നിഗൂഢമെന്ന് തോന്നുന്ന വഴി. ലക്ഷ്യം പിഴച്ചില്ല. അങ്ങകലെ അതാ മണിഗോപുരത്തിന്റെ അഗ്രവും അതിനു മുകളിലെ മാലാഖയുടെ പ്രതിമയും ദൃശ്യമാവുന്നു. പോക്കുവേലിൽ സ്വർണ്ണത്തിളക്കവുമായി നിൽക്കുകയാണ് അത്. അവിടം വരെ നടന്നെത്തണം. സമീപത്തൊന്നുമല്ല പള്ളിഗോപുരം. പക്ഷേ ഇത്തരം തെരുവുകളിലൂടെ വഴി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക എന്നത് എൻ്റെ ഇഷ്ടവിനോദമാണ്. ചിലപ്പോൾ വഴി തെറ്റിപ്പോകാം. എങ്കിലും വഴി കണ്ടുപിടിക്കുക എന്ന കുട്ടിക്കളി പോലെ രസകരമായ ഏർപ്പാടാണിത്. ലോകത്തെ ഏതു നഗരത്തിൽ ചെന്നാലും ഊഹം വച്ചുള്ള നടത്തം ഒടുവിൽ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യുന്നു. ഇടുങ്ങിയതും പ്രാകൃതഭാവമുള്ളതും നൂറ്റാണ്ടുകളുടെ പ്രായമുള്ളതുമായ വഴികൾ. ഒരു ടൂറിസ്റ്റും ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യപ്പെടാത്ത ആ വഴികളിലൂടെ പള്ളിമുറ്റത്തെത്താനുള്ള വ്യഗ്രതയോടെ ഞാൻ അങ്ങനെ നടക്കുകയാണ്. കുറേ വളവുകളും തിരിവുകളും പിന്നിട്ടു. കുറേയേറെ പടവുകൾ കയറി. ഒടുവിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. ഇതാണ് പിറാനിലെ പ്രസിദ്ധമായ സെന്റ് ജോർജ് പാരിഷ് ചർച്ച്. വലിയൊരു കുന്നിൻ മുകളിലാണ് പള്ളി നിൽക്കുന്നത്. പള്ളിമുറ്റത്തു നിന്നും താഴേക്ക് നോക്കുമ്പോൾ പിറാന്റെ പട്ടണഭാഗങ്ങൾ കാണാം. അതിനപ്പുറം അഡ്രിയാറ്റിക് കടൽ തിളങ്ങുന്ന നീല നിറത്തിൽ കിടക്കുന്നു. അതിനുമപ്പുറം ഒരു വരമ്പ് പോലെ അക്കാണുന്നത് ക്രൊയേഷ്യയുടെ ഭൂഭാഗമാണ്. ചുവന്ന മേൽക്കൂരകളോടെ ഇക്കാണുന്നതാണ് പിറാന്റെ പഴയ നഗരഭാഗം. ഇറ്റാലിയൻ സംസ്കാരം പുലരുന്ന ഒരു സ്ലൊവേനിയൻ പട്ടണം. ഞാൻ പിറാനിൽ വന്നിറങ്ങിയപ്പോൾ ആദ്യം കണ്ട ചത്തുരമാണിത്. ടാർട്ടീനി സ്ക്വയർ. യൂറോപ്പിൽ ഇത്തരം ഏതൊരു പട്ടണത്തിൻ്റെയും ഒത്ത മധ്യത്തിൽ മനോഹരമായ ഒരു ചത്തുരമുണ്ടായിരിക്കും. അതായിരിക്കും അവിടുത്തെ സാംസ്കാരിക സിരാകേന്ദ്രം. അതിനു ചുറ്റും തൊട്ടുരുമി നിൽക്കുന്ന കെട്ടിടങ്ങൾ. അവിടെ ജനം ഒരുമിച്ച് വസിക്കുന്നു. സെന്റ് ജോർജ് പാരിഷ് ചർച്ചിന്റെ സമീപത്തേക്ക് നടന്നു. താഴെ നിന്നും കണ്ടപ്പോൾ കരുതിയതുപോലെ ബൃഹത്തായ ഒരു പള്ളിയൊന്നുമല്ല. എങ്കിലും ഇറ്റാലിയൻ വാസ്തുവിദ്യയുടെ ഒരു പ്രൗഢി ഇതിനുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന ആകാരമില്ല. പക്ഷേ അത് നിലകൊള്ളുന്ന സ്ഥലമാണ് പ്രധാനം. ഒരു വലിയ കുന്നിൻ്റെ നെറുകയിലാണത്. കുന്നിൻ്റെ ഒരു വശത്ത് കടലാണ്, മറുവശത്ത് പട്ടണവും. മുറ്റത്തിൻ്റെ ഒരു കോണിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങകലെ കോപ്പർ നഗരം കാണാം. അതങ്ങനെ സായന്തന വേലിൽ ചെമ്പു തളിക പോലെ തിളങ്ങുന്നു. കോപ്പറിന് ഏതാണ്ട് അടുത്തായി ട്രിയസ്റ്റ പട്ടണം. അത് ഇറ്റലിയുടെ ഭൂഭാഗത്താണ്. വേറെയും പല പട്ടണങ്ങൾ അഡ്രിയാറ്റിക്കിന്റെ ആ തീരഭാഗത്തുണ്ട്. വളർത്തുപട്ടിയുമൊത്ത് നടക്കാനിറങ്ങിയ ഒരാളെ ഒഴികെ മറ്റാരെയും പള്ളി പരിസരത്ത് കാണുന്നില്ല. താഴെയുള്ള പട്ടണത്തിലെ ആളുകൾ കാറ്റുകൊള്ളാനും മറ്റുമെത്തുന്ന ഒരിടമാണിത്. ഞാൻ പള്ളിയുടെ അകത്തേക്ക് കയറി. 12-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഇങ്ങനെയൊരു ദേവാലയമുണ്ടായിരുന്നു. എന്നാൽ ഇന്നീ കാണുന്ന രൂപത്തിൽ ദേവാലയം പുതുക്കിപ്പണിതത് 16-17 നൂറ്റാണ്ടുകളിലായിരുന്നെന്നാണ് ചരിത്രം. റോമിൽ നിന്നും വെനീസിൽ നിന്നുമുള്ള വാസ്തുശില്പികളും ചിത്രകാരന്മാരും ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. 1614 പുതിയ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായത്. പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചെഞ്ചായം പരന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് സൂര്യൻ കനലിൽ ചുട്ടെടുത്ത സ്വർണ്ണത്തളിക പോലെ കടലിലേക്ക് താഴുകയാണ്. അതിഗംഭീരമായ ദൃശ്യം. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ഇറ്റലിയുടെ കിഴക്ക് ഭാഗത്ത് ഉള്ളിലേക്ക് കയറിക്കിടക്കുന്ന ഭാഗമാണ് അഡ്രിയാറ്റിക് കടൽ. വെനീസ് വലിയൊരു വാണിജ്യ കേന്ദ്രമായിരുന്ന കാലത്ത് വിവിധ നാടുകളിൽ നിന്നെത്തുന്ന പായ്ക്കപ്പലുകളാൽ സമൃദ്ധമായിരുന്നു അഡ്രിയാറ്റിക്. ഇതാണ് സെന്റ് ജോർജ് പാരിഷ് ചർച്ചിന്റെ ക്യാമ്പനിൽ. മറ്റ് പള്ളിമണി ഗോപുരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി
പള്ളിക്കെട്ടിടത്തിൽ നിന്നും വിട്ടുമാറി സ്വതന്ത്രമായി ഉയർന്നു നിൽക്കുന്ന മണിഗോപുരം. വെനീസിലെ സാൻ മാർക്ക് സ്ക്വയറിലെ ക്യാമ്പനിലിന്റെ തനിപ്പകർപ്പാണ് ഇത്. സെന്റ് ജോർജ് പാരിഷ് ചർച്ചിന്റെ രൂപരേഖയിലെ വെനീഷ്യൻ സ്വാധീനം തന്നെയാവാം ഇത്തരമൊരു മണിഗോപുരം ഇവിടെ ഉയരാൻ കാരണം. വെനീസിലെ ക്യാമ്പനിയിൽ സന്ദർശിച്ചതും അതിന്റെ മുകൾ നിലയിൽ വരെ കയറിപ്പോയതുമെല്ലാം ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഓർമ്മയിലെത്തുന്നു. നഗരത്തിന്റെ ഘടികാരഗോപുരം കൂടിയാണ് ഈ ക്യാമ്പനിൽ. 1614 സെന്റ് ജോർജ് പാരിഷ് ചർച്ച് നിർമ്മിതമായെങ്കിലും 1 വർഷം കൂടിയെടുത്തു ഈ മണിഗോപുരം പൂർത്തിയാവാൻ. ലൈംസ്റ്റോണും മാർബിളും ചുടുകട്ടയുമെല്ലാം ഇതിന്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ക്യാമ്പനിലിന്റെ ചൂട്ടിലൂടെയുള്ള കല്ലുവിരിച്ചു മനോഹരമാക്കിയ വഴികളിലൂടെ കുന്നിറങ്ങുകയാണ്. പിറാൻ എന്നൊരു നഗരത്തെക്കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നതാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് 1000 വർഷം മുൻപ് തന്നെ വലിയ സാംസ്കാരിക ഔന്നത്യമുണ്ടായിരുന്ന നഗരമാണിതെന്ന് വ്യക്തമാവുന്നത്. ഇങ്ങനെ എത്രയെത്ര നഗരങ്ങൾ! എത്രയോ നൂറ്റാണ്ടുകളായി സഞ്ചാരികളെയും വർത്തകരെയും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന നഗരങ്ങളാണ് ഇവയോരോന്നും. പിറാന്റെ പഴയ നഗരമതിലാണ് മുന്നിൽ. പണ്ട് പിറാൻ നഗരത്തെ ആകെ ചുറ്റി ഇങ്ങനെയൊരു കോട്ടമതിലുണ്ടായിരുന്നു. 7-ാം നൂറ്റാണ്ടിൽ ബൈസന്റൈൻമാരാണ് പിറാൻ നഗരത്തെ ചുറ്റി കോട്ടമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചതെന്നാണ് ചരിത്രം. പിന്നീട് വിശുദ്ധ റോമാ സാമ്രാജ്യകാലത്ത് മതിൽ കൂടുതൽ ബലപ്പെടുത്തുകയും വിപുലമാക്കുകയും ചെയ്തു. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99554422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. താഴെയുള്ള ടാർട്ടിനി സ്ക്വയർ ലക്ഷ്യമാക്കി നടന്നു. എന്തെന്ത് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തെരുവുകളായിരിക്കാം ഇതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് എന്റെ നടത്തം. എത്രയോ മഹാന്മാർ, കലാപ്രതിഭകൾ ഈ വഴിയിലൂടെ കടന്നുപോയിരിക്കുന്നു. അന്യദേശങ്ങളിൽ നിന്നുള്ള വർത്തക സംഘങ്ങൾ, വിദൂര ദിക്കുകളിൽ നിന്നും പായ്ക്കപ്പലുകളിൽ എത്തിച്ച അടിമകൾ, ദേശാന്തരഗമനം നടത്തിയിരുന്ന സഞ്ചാരികൾ. സ്വന്തം ഗ്രാമമെന്ന കിണറ്റിൽ നിന്നും പുറത്തു കടക്കുമ്പോൾ നമുക്ക് മുന്നിൽ അറിവിന്റെ എത്ര വലിയ ലോകമാണുള്ളതെന്ന് ഞാൻ കണ്ടറിയുന്നു. ലോകം എത്ര വിശാലവും വൈവിധ്യം നിറഞ്ഞതുമാണെന്ന് അത്ഭുതാദരവുകളോടെ ഞാൻ തിരിച്ചറിയുന്നു. വീണ്ടും ടാർട്ടിനി സ്ക്വയറിലെത്തി. സ്ക്വയറിൽ ആളൊഴിഞ്ഞിരിക്കുന്നു. നല്ല തണുപ്പിറങ്ങിക്കഴിഞ്ഞു. റെസ്റ്റോറന്റുകളിൽ നിന്ന് ഇറക്കിയിട്ട മേശകസേരകൾ ഒരു വശത്ത്. സ്വദേശികളായ ചിലർ അങ്ങിങ്ങ് നടന്നു പോകുന്നുണ്ട്. കൊടും തണുപ്പിൽ ഒട്ടൊരു വിജനമായ ഈ സ്ക്വയറിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത അനുഭവമാണ് എനിക്കുണ്ടാവുന്നത്. മിതത്വം പാലിച്ച് ലൈറ്റപ്പ് ചെയ്ത സുന്ദരമായ സ്ക്വയർ. ഗ്രാനൈറ്റും മാർബിളും ഇടകലർത്തി വിരിച്ച നിലം. അതിൽ അങ്ങിങ്ങ് ഇരിപ്പിടങ്ങൾ. വിഖ്യാത വയലിനിസ്റ്റായിരുന്ന ഗുസപ്പി ടാർട്ടിനിയുടെ പ്രതിമയാണ് ചത്തുരമധ്യത്തിൽ. അദ്ദേഹത്തിന്റെ ജന്മദേശമാണ് പിറാൻ. എത്ര മനോഹരമായാണ് ഇവിടമൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ എത്ര സന്തുഷ്ടിയോടെയായിരിക്കും ആളുകൾ ജീവിക്കുന്നത്. ഇവിടുത്തെ സൗകര്യങ്ങളെക്കുറിച്ച് അവരുടെ മതിപ്പ് എത്രയായിരിക്കും. അന്യനാട്ടുകാർ തങ്ങളുടെ നാടിനെ ആസ്വദിക്കുന്നത് കണ്ട് അവർ എത്രമാത്രം ആഹ്ലാദിക്കുന്നുണ്ടാവും. ടാർട്ടിനി സ്ക്വയറിൽ അല്പനേരം ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. പിറാനിൽ വസിക്കുന്ന ഒരു മലയാളി എന്നെ കാണാൻ വരുന്നുണ്ടെന്ന് ഫോൺ ചെയ്ത് അറിയിച്ചിരിക്കുന്നു. പിറാൻ സിറ്റി ഹാളാണ് മുന്നിൽ. മുനിസിപ്പാലിറ്റിയുടെ ഭരണകാര്യാലയം. ഖാന വംശജനായ പീറ്റർ ബ്രോസ്മാൻ എന്ന കറുത്ത വർഗ്ഗക്കാരനാണ് ഇപ്പോൾ പിറാൻ മുനിസിപ്പാലിറ്റിയുടെ മേയർ. സ്ലൊവേനിയയുടെ ചരിത്രത്തിലെ കറുത്ത വർഗ്ഗക്കാരനായ ആദ്യ മേയറാണ് പീറ്റർ ബ്രോസ്മാൻ. കാത്തുനിൽക്കെ ഫോൺ വിളിച്ച മലയാളി എത്തിച്ചേർന്നു. ഷാജു. വിയന്നയിലുള്ള എൻ്റെ സുഹൃത്ത് സിറോഷിന്റെ പരിചയക്കാരനാണ് ഷാജു. സിറോഷിൽ നിന്നുമാണ് ഞാൻ ഇവിടെ എത്തിയ കാര്യം ഇദ്ദേഹം അറിയുന്നത്. കണ്ണൂർ ജില്ലക്കാരനാണ് ഷാജു. പിറാനിലെ ഒരു റിസോർട്ടിൽ ആയുർവേദ തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്നു. മലയാളികളായ 20ഓളം പേർ സ്ലൊവേനിയയിൽ പല ജോലികളിൽ ഏർപ്പെട്ട് കഴിയുന്നുണ്ടെന്ന് ഷാജു പറഞ്ഞു. അതിൽ 10ഓളം പേർ പോർട്ട് റോസിലും ഇസോളയിലുമെല്ലാമാണുള്ളത്. ധാരാളം ഹെൽത്ത് റിസോർട്ടുകൾ ഈ മേഖലയിലുണ്ട്. ഇറ്റലിക്കാരും റഷ്യക്കാരുമാണ് അവിടങ്ങളിൽ കൂടുതലായും സുഖചികിത്സയ്ക്ക് എത്തുന്നത്.
ഇന്നാട്ടുകാരുടെ ഉടമസ്ഥതയിലുള്ള ആയുർവേദ സെന്ററുകളിൽ മലയാളികൾ ജോലി ചെയ്യുന്നു. തിരുമൽ തുടങ്ങിയവയാണ് അവർ ചെയ്യുന്നത്. 1-2 മലയാളി ആയുർവേദ ഡോക്ടർമാരും ഇവിടെയുണ്ട്. സായന്തനത്തിൽ വിശേഷങ്ങൾ പങ്കുവച്ച് ഞങ്ങൾ കുറേ നേരം ടാറ്റിനി സ്ക്വയറിലെ കൽബെഞ്ചിലിരുന്നു. കുന്നിൻ മുകളിൽ സെന്റ് ജോർജ് പള്ളിയുടെ ക്യാമ്പനിലിൽ ലൈറ്റ് തെളിഞ്ഞിരിക്കുന്നു. നേരം 6 മണിയാവുന്നുവെന്ന് അതിലെ ഘടികാരത്തിൽ കണ്ടു. നഗരത്തിന്റെ നിറവും ഭാവവും മാറുകയാണ്. ഷാജു വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. മലയാളത്വമുള്ള ഭക്ഷ്യവസ്തുക്കൾ വാങ്ങണമെങ്കിൽ ഷാജുവിന് വിയന്നയിൽ സിറോഷിന്റെ സൂപ്പർ മാർക്കറ്റിൽ പോകണം. അങ്ങനെയാണ് ഷാജു സിറോഷുമായി പരിചയപ്പെടുന്നത്. നേരം ഇരുളുകയാണ്. ഞാനും ഷാജുവും യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ടാറ്റിനി സ്ക്വയറിലൂടെ ഷാജു തന്റെ താമസ സ്ഥലത്തേക്ക് നടന്നുപോയി. ഞാൻ അലൈഷ് നൊവാക്കിനെ ഫോണിൽ വിളിച്ച് കാറുമായി എത്താൻ പറഞ്ഞു. അദ്ദേഹം എത്തുന്നത് കാത്തു നിൽക്കുകയാണ്. സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു. നാട്ടിൻപുറത്തെ ചെറിയൊരു കുളം പോലെ കിടക്കുകയാണ് ഉൾക്കടൽ. നൂറുകണക്കിന് ബോട്ടുകൾ നിരന്നു കിടക്കുന്ന മറീനയാണിത്. ബ്രേക്ക് വാട്ടർ കൊണ്ട് നിയന്ത്രിച്ചിരിക്കുന്നതിനാൽ പുറം കടലിന്റെ ഓളത്തള്ളലൊന്നും ഇവിടെയില്ല. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ എത്രയോ പായ്ക്കപ്പലുകൾ ഈ ഉൾക്കടലിലൂടെ പിറാന്റെ തീരത്തേക്ക് വന്നെടുത്തിരുന്നു. അതിൽ വർത്തകരുണ്ടായിരുന്നു. പിറാൻ പിടിച്ചെടുക്കാനെത്തിയ പടയാളികളുണ്ടായിരുന്നു. അടിമകളുണ്ടായിരുന്നു. ടാറ്റിനി സ്ക്വയറിൽ നിന്നുള്ള അവസാന ദൃശ്യവും ക്യാമറയിലാക്കി. പിന്നെ അലൈഷിന്റെ കാറിൽ യാത്ര തുടരുകയാണ്. പിറാന്റെ തെരുവുകളിലൂടെ കാർ നീങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഗയും ആയുർവേദത്തിലെ തിരുമൽ പോലുള്ള തെറാപ്പികളും നടത്താനും പഠിപ്പിക്കാനും കഴിയും വിധത്തിൽ നമ്മുടെ യുവാക്കളെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അത് പഠിച്ചവർക്ക് ഇത്തരം രാജ്യങ്ങളിലെല്ലാം ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. കിഴക്കൻ യൂറോപ്പിൽ ആയുർവേദത്തിന് നല്ല പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ആയുർവേദ റിസോർട്ടുകളും സ്പാകളും ധാരാളമായി ഇവിടങ്ങളിൽ വളർന്നു വരുന്നുമുണ്ട്. യോഗയ്ക്കും യൂറോപ്പിലാകമാനം സ്വീകാര്യതയുണ്ടാവുന്നു ഇപ്പോൾ. യൂറോപ്പിൽ ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ് ആയുർവേദത്തിൻ്റെതും യോഗയുടേതും. അമേരിക്കയിലും ഇതിന് സാധ്യതകൾ ഏറെയാണ്. ഇക്കാര്യം നമ്മുടെ ഗവൺമെന്റും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ശ്രദ്ധിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാർ കടന്നുപോകുന്ന ഈ പാതയുടെ 2 ഭാഗങ്ങളിലും ധാരാളം റിസോർട്ടുകളുണ്ട്, കാസിനോകളും. ഈ ഭാഗത്താണ് നേരത്തെ കണ്ട ഷാജുവും കൂട്ടുകാരുമൊക്കെ ജോലി ചെയ്യുന്ന റിസോർട്ടുകൾ. പോർട്ട് റോസ് ആണിത്. പിറാൻ മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട സ്ഥലമാണ് പോർട്ട് റോസ്. 19-ാം നൂറ്റാണ്ടിൽ പിറാൻ മേഖലയിലെ ആദ്യ ഹെൽത്ത് റിസോർട്ടുകൾ സ്ഥാപിതമായ പ്രദേശവും ഇതുതന്നെ. 1913-ൽ വില്ല സാൻ ലോറൻസോ എന്ന കാസിനോ കൂടി സ്ഥാപിതമായതോടെ ഗാംബ്ലിംഗിന്റെ കേന്ദ്രമായും പോർട്ടോ റോസ് മാറി. കാസിനോ റിവേറ, ഗ്രാൻഡ് കാസിനോ, കാസിനോ ബെർണാഡിൻ തുടങ്ങി പ്രമുഖമായ നിരവധി കാസിനോകളുണ്ട് ഇപ്പോൾ ഇവിടെ. സ്ലൊവേനിയയുടെ തളർച്ചയുടെയും വളർച്ചയുടെയും കഥകളോർത്ത് ഞാൻ അങ്ങനെയിരിക്കെ രാത്രി 9 മണിയോടെ കാർ ലുബ്ലിയാനയിൽ എത്തിച്ചേർന്നു. എന്നെ ഇറക്കി അലൈഷ് കാറുമായി പോയി. കടകളെല്ലാം അടഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വിന്ററിന്റെ കാഠിന്യമാർന്ന ദിനങ്ങളാണല്ലോ. തെരുവിൽ കുറച്ചാളുകൾ കൂടി അവശേഷിക്കുന്നുണ്ട്. ഞാൻ ഹോട്ടലിലേക്ക് നടന്നു. മഞ്ഞുകാലത്തെ രാത്രികളിൽ യൂറോപ്പിലെ നഗരങ്ങളുടെ കാഴ്ച ഇങ്ങനെയായിരിക്കും. വളരെ കുറച്ചാളുകളെ മാത്രമേ തെരുവിൽ കാണാനാവൂ. നാളെ എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാൻ അലൈഷ് വരില്ല. ലുബ്ലിയാനയിലെ കാഴ്ചകളാണ് നാളെ പകർത്താനുള്ളത്. അവിടേക്കെല്ലാം തനിച്ചു പോയിക്കൊള്ളാമെന്ന് അലീഷിനോട് പറഞ്ഞിരുന്നു. ഇവിടെ ഏതെല്ലാം കാഴ്ചകളാണുള്ളതെന്ന് ഞാൻ പഠിച്ചു വച്ചിട്ടുമുണ്ട്. അലീഷ് പ്രൊഫഷണൽ കൊമേഡിയനാണല്ലോ. നാളെ അദ്ദേഹത്തിന് ഒരു സ്റ്റേജ് ഷോയുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചാൽ മതിയെന്നാണ് അലീഷ് പറഞ്ഞിരിക്കുന്നത്. ബസ് സ്റ്റോപ്പുകളാണ് ഫുട്പാത്തിന്റെ ഇടതുവശത്ത്. കുറച്ചുപേർ ബസ് കാത്തു നിൽക്കുന്നു. രാത്രി വൈകുവോളം ഇവിടെ ഇങ്ങനെ ആളണക്കമുണ്ടാവും. ഭക്ഷണം കഴിച്ചിട്ടില്ല. മുറിയിൽ ചെന്ന് ക്യാമറ ബാറ്ററികളെല്ലാം ചാർജറിലിട്ട ശേഷം
വീണ്ടും ഇറങ്ങി തൊട്ടടുത്തുള്ള ഒരു സൂപ്പർമാർക്കറ്റിൽ നിന്നും അല്പം ഭക്ഷണം വാങ്ങാമെന്നാണ് തീരുമാനം. സജീവമായ തെരുവ്. എന്നാൽ മെയിൻ സ്ട്രീറ്റിൽ നിന്നും ഹോട്ടലിലേക്ക് ചന്തമേതുമില്ലാത്ത ഇടുങ്ങിയ ഈ ഇടനാഴിയിലൂടെ പോകണം. അകത്തേക്ക് കയറുമ്പോൾ മറ്റൊരു ഭാവമുള്ള റെസ്റ്റോറൻറ്റും റിസപ്ഷനുമാണ്. വിചിത്ര രൂപമുള്ള ഗോവണി കയറി ഞാൻ മുകളിലേക്ക് നടന്നു. പുനരുദ്ധരിച്ച ഒരു പുരാതന മന്ദിരമാണിത്. പതിവ് പോലെ മുറി ഭംഗിയായി ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു കുപ്പി വെള്ളവും ഒരാപ്പിളും റെഡി. ദീർഘമായ ഒരു യാത്രയിലെ ഇന്നത്തെ ജോലി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.